നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആണ് ഫ്രോയിഡിൻ്റെ. നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പം ആദ്യത്തെ വീഡിയോകളിൽ സൈക്കോ സെക്ഷൽ സ്റ്റേജസിന് മുമ്പുള്ള ഇപ്പോൾ ടോപ്പോഗ്രാഫിക് മോഡലും അതോടൊപ്പം തന്നെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, ഡിഫൻസ് മെക്കാനിസം, ആങ്സൈറ്റി തുടങ്ങിയ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തു. ഇനിയുള്ള ഭാഗത്താണ് നമ്മൾ സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസുകൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽ, MS സൈക്കോളജി സ്റ്റഡി മെറ്റീരിയൽ ബേസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന വീഡിയോ ആണ്. ഈ സ്റ്റഡി മെറ്റീരിയലിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും ഒപ്പം പുതിയ ചില കാര്യങ്ങളും കൂടി, പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തതിൻ്റെ കാര്യം നമുക്ക് ഫ്രോയിഡിൻ്റെ തിയറിയെ സംബന്ധിച്ചൊരു വെൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു ധാരണ, ഒരു കോംപ്രഹെൻസീവായിട്ടൊരു ധാരണ ഉണ്ടാവണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. നമുക്ക് ഏതായാലും ക്ലാസ്സിലേക്ക് പോകാം. ഇനി നിങ്ങൾ എക്സാം ബേസിലാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതിനകത്ത് പറയുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ് മാത്രം പഠിച്ചു വെച്ച് എഴുതിയാൽ മതിയാകും. അതല്ല, നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ പല ബുക്കുകളിൽ നിന്ന് റെഫർ ചെയ്ത് പഠിക്കുകയും കൂടി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെയാണ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം നമുക്ക് ഈ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിനെ ഫ്രോയിഡ് വിളിച്ചിരിക്കുന്ന സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് എന്നാണ്. അപ്പോൾ അതിനകത്ത് സെക്ഷൽ എന്നുള്ള വാക്ക് തന്നെ വന്നിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നത് ഈ ഓരോ സ്റ്റേജിനകത്തും ഫ്രോയിഡ് സെക്ഷൽ ഡെവലപ്മെൻറ്റിന് വളരെയധികം, അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ ഇൻഡിവിജ്വലിനും ഒരു സെക്ഷൽ ലൈഫ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നമ്മൾ പോകുന്നത് ഓരോ സ്റ്റേജ് ബൈ ആയിട്ടാണ് പോകുന്നത്. അദ്ദേഹം ഇങ്ങനെ ഓരോ സ്റ്റേജായിട്ട് ഡെവലപ്മെൻറ്റിനെ തിരിക്കാനായിട്ടുള്ള ഒരു മാനദണ്ഡമായിട്ട് എടുത്തിരിക്കുന്നത് ഓരോ സ്റ്റേജിലും, ഇപ്പോൾ മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഓരോ സ്റ്റേജിലും ഒരു പ്രത്യേക പോയിന്റിലൂടെയാണ് നമുക്ക് പ്ലഷർ ലഭിക്കുക. അപ്പോൾ ചിലപ്പോൾ അത് മൗത്ത് ആവാം, ചിലപ്പോൾ അത് അനസാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ജെനിറ്റലാവാം. അങ്ങനെ ഓരോ സ്റ്റേജസിലും ഓരോ സോണിലൂടെയാണ് നമുക്ക് കൂടുതൽ പ്ലഷർ ലഭിക്കുക. ആ ഒരു എങ്ങനെയാണോ, ഏത് വഴിയിലാണോ നമുക്ക് പ്ലഷർ കൂടുതൽ ലഭിക്കുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ആ ഒരു സ്റ്റേജസിനെ ഫ്രോയിഡ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഓറൽ സ്റ്റേജ് ആണെങ്കിൽ മൗത്ത് വരുന്നു. അത് മൗത്താണ് പ്രധാനമായിട്ടും പ്ലഷർ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറോജിനിയ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഈ തിയറി കേൾക്കുമ്പോൾ പലർക്കും പല സംശയം ഉണ്ടാകും. ഓക്കെ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്, ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഫീൽ ചെയ്യുമോ എന്നുള്ളത്. പക്ഷേ പല ഒബ്സർവേഷൻസും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളിലടക്കം, ഇൻഫൻസിലടക്കം ഈ പറയുന്ന ഫ്രോയിഡ് പറയുന്ന രീതിയിലുള്ള ചില സെക്ഷൽ ബിഹേവിയേഴ്സ്, സെക്ഷൽ എക്സൈറ്റ്മെൻറ്റ്സുകൾ, സെക്ഷൽ ക്യൂരിയോസിറ്റികൾ കാണുന്നുണ്ട് എന്നുള്ള ഒബ്സർവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഫ്രോയിഡ് ഈ തിയറി ഉണ്ടാക്കിയെടുക്കുന്നത്, നമുക്കറിയാം ഒരു ഡെവലപ്മെൻറ്റ് തിയറി ഉണ്ടാക്കണമെങ്കിൽ കുട്ടികളെ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ പിയാഷയുടെ കാര്യം എടുക്കണം, പിയാഷ പഠിച്ചിരിക്കുന്നത് കുട്ടികളെ പഠിച്ചിട്ടാണ് അദ്ദേഹം കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഫ്രോയിഡ് ഈ തിയറികളെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഡെവലപ്മെൻറ്റ് സ്റ്റേജസുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് കുട്ടികളെ നിരീക്ഷിച്ചുള്ള പകരം അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിനെ, അല്ലെങ്കിൽ ക്ലയൻറ്റിനെ അവരുമായിട്ടുള്ള ഡിസ്കഷനിൽ നിന്നാണ് ഇങ്ങനെയുള്ള സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലേക്ക് പോകാം. ഒന്നാമത്തെ സ്റ്റേജാണ് ഓറൽ സ്റ്റേജ്. ഈ ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് ബർത്ത് മുതൽ 18 മാസം വരെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഓറൽ സ്റ്റേജ്, അതുപോലെ തന്നെ അനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ഈ 3 സ്റ്റേജുകളെ ചേർത്തുകൊണ്ട് നമുക്ക് ഇൻഫൻറ്റൈൽ സ്റ്റേജ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. അപ്പം ഈ 3 സ്റ്റേജിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം ഈ സെക്ഷൽ ഇറോജിനിയ സോൺ എന്ന് പറയുന്നത് അത് ഓരോ ഏരിയയിലായിട്ടാണ് പറയുന്നത്. ഇപ്പം ഓറൽ സ്റ്റേജിലാണെങ്കിൽ മൗത്ത് വരുന്നുണ്ട്, അനൽ സ്റ്റേജിലാണെങ്കിൽ അനസാണ് വരുന്നത്. ഫാലിക് സ്റ്റേജിൽ വരുമ്പോൾ ജെനിറ്റൽ ഓർഗൻസ് ആണ് അതിൻ്റെ ഒരു പ്ലഷർ ഏരിയ ആയിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ബുക്കിനകത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, ഇങ്ങനൊരു സംഗതി കൂടെ ഈ ഫ്രോയിഡിൻ്റെ തിയറിക്കകത്തുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓറൽ സ്റ്റേജിലേക്ക് പോകാം. ഓറൽ സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഓറൽ സ്റ്റേജിനകത്ത് തന്നെ ഫോക്കസ് ചെയ്യുന്ന, പ്ലഷർ സീക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൗത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം ഈ ഒരു മൗത്തിനകത്ത് കിട്ടുന്ന പ്ലഷറുകൾ, ഇപ്പോൾ ടു മച്ച് പ്ലഷറാണ് കിട്ടുന്നതെങ്കിൽ അവിടെ ലേറ്റർ ലൈഫിൽ അയാളുടെ പേഴ്സണാലിറ്റിയിൽ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഉണ്ടാവും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഓറൽ സ്റ്റേജിലാണ് ഈ പറയുന്ന ടു മച്ച് ഗ്രാറ്റിഫിക്കേഷൻ ഫിക്സേറ്റഡായി പോയെങ്കിൽ അയാൾക്ക് പ്രീ ഒക്യുപ്പൈഡ് വിത്ത് ഓറൽ ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ്, കൂടുതലും സ്മോക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കാണും, ഡ്രിങ്ക്, ആൽക്കഹോൾ അതൊക്കെ ഉപയോഗിക്കാനുള്ള ടെൻഡൻസി കാണും, ഓവർ ഈറ്റിങ്, അങ്ങനെ അതുപോലെ തന്നെ നഖം കടിക്കുക, ഇതുപോലെയുള്ള ടെൻഡൻസീസ് കാണാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് എന്താണ്, ലെസ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ലെസ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ
അപ്പം ഈ അണ്ടർ ഗ്രാറ്റിഫിക്കേഷനാണ് ഉണ്ടാവുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകളെന്ന് പറഞ്ഞാൽ പെസിമിസ്റ്റിക് ആയിരിക്കും, എൻവിയസ് ആണ്, സസ്പീഷ്യസും ആയിട്ടാണ് വളരുന്നത്. അപ്പം അങ്ങനെയുള്ള ടെൻഡൻസീസ് ലേറ്റർ ലൈഫിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം പിന്നെ നമുക്ക് ഈ ഒരു ഓറൽ സ്റ്റേജിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതാണ് ഒന്ന് ഓറൽ റിസെപ്റ്റീവ് സ്റ്റേജും ഫേസും അല്ലെങ്കിൽ ഓറൽ സാഡിസ്റ്റിക് പീരീഡും എന്ന് പറയുന്നത്. അപ്പം ഇത് ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഓറൽ സ്റ്റേജിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നാണ് ഓറൽ റിസെപ്റ്റീവ് ഫേസും, രണ്ട് ഓറൽ സാഡിസ്റ്റിക് പീരീഡും. നമ്മൾ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഈഗോ സൂപ്പർ ഈഗോ. ഈ ഇത് എന്ന് പറയുന്നത് ബൈ ബർത്ത് ലഭിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈഗോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്ന കാര്യമാണ് ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈഗോ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് ഈ ഒരു ഓറൽ ഫേസിലാണ് ഈ ഒരു എന്താണ് നമ്മുടെ ഈഗോ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. അടുത്ത സ്റ്റേജാണ് അനൽ സ്റ്റേജ്. ഇത് 18 മാസം മുതൽ 3 വർഷം വരെയാണ് നീണ്ടു നിൽക്കുന്നത്. ഈ അനൽ സ്റ്റേജിൽ നമ്മുടെ ഇറോജീനിയസ് സോൺ എന്ന് പറയുന്നത് അനസ് ആണ്, അല്ലെങ്കിൽ അനസ് ഏരിയ ആണ്. അപ്പം ഈ ഒരു സമയങ്ങളിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിനെ രണ്ടായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നെന്ന് പറഞ്ഞാൽ എക്സ്പെല്ലിംഗ് പീരീഡും, രണ്ട് റീടെൻറ്റീവ് പീരീഡും എന്നാണ്. അതല്ലെങ്കിൽ നമുക്ക് ഏർലി ആൻഡ് ലേറ്റർ പീരീഡ് എന്ന് നമുക്ക് ഇതിനെ തരംതിരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു എക്സ്പെല്ലിംഗ് പീരീഡിലാണെങ്കിൽ ചൈൽഡിന് പ്ലഷർ ലഭിക്കുന്നത് എക്സ്പെല്ലിംഗ് ഫീസസ് വഴിയാണ് പ്ലഷർ ലഭിക്കുന്നത്. ഇനി റീടെൻറ്റീവ് പീരീഡ് ആണെങ്കിൽ കുട്ടിക്ക് പ്ലഷർ ലഭിക്കുന്നത് സ്റ്റോറിങ് ഇറ്റ്, അതായത് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിലൂടെയാണ് കുട്ടിക്ക് പ്ലഷർ ലഭിക്കുന്നത്. നിങ്ങൾക്കിനി എക്സ്പെല്ലിംഗ് പീരീഡെന്നോ റിട്ടൻറ്റീവ് പീരീഡെന്നോ ഓർത്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളത് മറന്നു പോകണമെങ്കിൽ ഏർലി പീരീഡെന്നോ ലേറ്റ് പീരീഡെന്നോ എഴുതിയാലും മതിയാവും. കാരണം രണ്ടും സെയിം കാര്യത്തെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ പുസ്തകത്തിനകത്ത് പറയുന്നത് എക്സ്പെല്ലിംഗ് പീരീഡ് എന്നാണ്, അതുപോലെ റിട്ടൻറ്റീവ് പീരീഡ് എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതന്നെ മാക്സിമം എക്സാം എഴുതുമ്പോൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതിനകത്ത് നമുക്ക് ഓവർലി ഗ്രാറ്റിഫിക്കേഷൻ കിട്ടും. ഇനി അണ്ടർ ഗ്രാറ്റിഫിക്കേഷനും സംഭവിക്കാനായിട്ട് പറ്റും. ഇപ്പം ഓവറൽ ആയിട്ടുള്ള ഒരു ഫിക്സേഷനാണ് ഉണ്ടാകുന്നത്, ഗ്രാറ്റിഫിക്കേഷൻ ഫിക്സേഷനായിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അയാൾക്ക് കുട്ടിക്ക് ഉണ്ടാകുന്ന ചില ക്യാരക്ടറാണ് ക്ലീനിനെസ്, പെർഫെക്ഷൻ, കൺട്രോൾ. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടറുകൾ ലേറ്റർ ലൈഫിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അണ്ടർ ഗ്രാറ്റിഫിക്കേഷനാണ് സംഭവിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് പിന്നീട് ഉണ്ടാകാനായിട്ടുള്ള അയാളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വളരെ മെസ്സി ആയിരിക്കും, ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള രീതികളൊക്കെ ആ കുട്ടിക്ക് ഉണ്ടാകും. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോകാം. ഈ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ് നീണ്ടു നിൽക്കുന്നത്. ഈ സ്റ്റേജിലാണ് നമ്മുടെ സൂപ്പർ ഈഗോ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നമുക്കറിയാം ഈ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയിലെ മൂന്നാമത്തെ ഭാഗമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഈ ഒരു സൂപ്പർ ഈഗോ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഈ ഒരു ഫേസിലാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇറോജീനിയസ് സോൺ എന്ന് പറയുന്നത് ജെനിറ്റൽസ് ആണ് ഇവിടുത്തെ ഒരു പ്ലഷർ ഏരിയ, അല്ലെങ്കിൽ പ്ലഷർ സോൺ എന്ന് പറയുന്നത്. ഈ ഒരു പ്രായത്തിലാണ് കുട്ടികൾ സെക്സ് റോൾസിനെ സംബന്ധിച്ചൊക്കെ പഠിച്ചെടുക്കുന്നത്. ഈ ഒരു സ്റ്റേജിലെ മാറ്റങ്ങൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നടക്കുന്ന 2 രീതിയിലാണ്. ഇപ്പം അനാട്ടമി, അതായത് ഹ്യൂമൻ അനാട്ടമിയാണ് ഈ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള മേക്കപ്പ് അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടായി വരാനായിട്ടുള്ള കാരണമെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അതായത് നമുക്കറിയാം ഫാലിക് സ്റ്റേജിനകത്ത് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് മാറ്റം എന്ന് പറയുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വെവ്വേറെ ആയിരിക്കും. ആ വെവ്വേറെ ഉള്ള മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ആണിൻ്റെയും പെണ്ണിൻ്റെയും അനാട്ടമി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി വേറൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അത് പറയാം. ഇപ്പം ഫ്രോയിഡ് പറഞ്ഞത്, ഇപ്പം നെപ്പോളിയൻ്റെ വാക്കുകൾ കടമെടുത്തിട്ടാണ്. നെപ്പോളിയൻ പറഞ്ഞു ഹിസ്റ്ററി ഈസ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞു. അത് മാറ്റി ഫ്രോയിഡ് പറഞ്ഞത് അനാട്ടമി ഈസ് ഡെസ്റ്റിനി എന്നാണ്. അപ്പം അത്രയും അധികം പ്രാധാന്യം അദ്ദേഹം ഈ ഒരു വിഷയത്തിന് നൽകിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഈ ഒരു സ്റ്റേജസിലുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണെന്ന്. ഈ ഒരു സ്റ്റേജുകളിൽ പറയുന്ന കാര്യങ്ങൾ പലതരത്തിലുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. അപ്പം ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇതിൽ പറയുന്ന കാര്യമാണ്, ഒന്നാമത് ഈ സ്റ്റേജിലുണ്ടാവുന്ന കാര്യമാണ് ഇഡിപ്പസ് കോംപ്ലക്സ്. അതായത് ആൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികൾക്ക് ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന ഒരു സംഗതി ഉണ്ടാകും. അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ ഒരു സ്റ്റേജിന് മുൻപേ തന്നെ ഫെമിനിൻ ട്രേറ്റും മസ്കുലിൻ ട്രേറ്റും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് എൻ്റർ ആയി കഴിയുമ്പോഴത്തേക്ക് ആൺകുട്ടികളാണെങ്കിൽ അവരുടെ ഫാദറിൻ്റെ ഇതുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ അമ്മയോട് ഒരു അട്രാക്ഷൻ, ഫ്രോയിഡ് പറഞ്ഞത് സെക്ഷൽ അട്രാക്ഷനാണ്. ഒരു സെക്ഷൽ അട്രാക്ഷൻ ആ കുട്ടിയുടെ
കുട്ടിയുടെ അമ്മയോട് തോന്നുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ. അപ്പോൾ ഇത് രണ്ടും നിൽക്കുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന നിലയിലല്ല. അതായത് അച്ഛനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അമ്മയോട് തോന്നുന്ന ഈ ഫീലിങ്ങും അതും രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവായിട്ട്, അതെന്ന് വെച്ചാൽ ഒന്നൊന്നിനെ ഇല്ലാതാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയിട്ടല്ല തുടക്കത്തിൽ വരുന്നത്. കുട്ടിക്ക് ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടെന്ന് പോലുള്ള ഉണ്ട് എന്നറിയാം, പക്ഷെ അത് രണ്ട് ഫേസിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് ഈ ഒരു ഫേസ് കുറച്ചും കൂടെ കാലം മുന്നോട്ട് പോകുമ്പോഴാണ് ഓക്കെ ഇതിലൊന്ന് നിലനിർത്തണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ഫാദർ എന്നുള്ള സാധനത്തെ ഒഴിവാക്കിക്കൊണ്ട് ഫാദർ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അമ്മയുടെ സ്നേഹം കിട്ടുന്നതിന് ഒരു ശത്രു ആണ് അല്ലെങ്കിൽ ഒരു തടസ്സമാണ് എന്ന് കുട്ടി ചിന്തിക്കുകയും ഫാദറിനെ ഒരു എനിമി എന്ന നിലയിൽ പരിഗണിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ എന്നാൽ പിന്നീട് സംഭവിക്കുന്നത്, അപ്പോൾ ഈ ഒരു പീരീഡിൽ ഉണ്ടാകുന്ന ഒരു ആങ്സൈറ്റിയാണ് കാസ്ട്രേഷൻ ആങ്സൈറ്റി എന്ന് പറയുന്നത്. കാസ്ട്രേഷൻ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പെന്നീസ്, ബോയിയുടെ പെന്നീസ് കട്ട് ഓഫ് ചെയ്യുമോ എന്നുള്ള ഒരു പേടി ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ കുട്ടി റിയലൈസ് ചെയ്യുന്നത് പെൺകുട്ടികൾക്ക് പെന്നീസ് ഇല്ല. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് തോന്നിയ പോലെ തന്നെ അമ്മയുടെ ഒരു അഫെക്ഷൻ പെൺകുട്ടികൾക്ക് തോന്നിയിട്ടുണ്ട്. പെൺകുട്ടി ആൺകുട്ടിയൊന്നും തിരിച്ചറിയുന്നില്ല, പക്ഷേ ആൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പണിഷ്മെൻ്റ് എന്ന നിലയിൽ ഈ പെന്നീസ് കട്ട് ഓഫ് ചെയ്തു മാറ്റി എന്നാണ് ഈ കുട്ടി വിചാരിക്കുക. അങ്ങനെയാണ് കുട്ടി എന്ത് ചെയ്യും. മാത്രമല്ല ഇപ്പോൾ കുട്ടി പലപ്പോഴും ഈ ജെനിറ്റൽ ആയിട്ടുള്ള ടച്ച് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ബിഹേവിയർ കാണിക്കുമ്പോൾ അതിന് പണിഷ്മെൻ്റൊക്കെ പേരൻസിൽ നിന്ന് കിട്ടുമ്പം കുട്ടിയുടെ ഈ വിശ്വാസത്തെ അവിടെ ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം കുട്ടി വിചാരിക്കണം ഓക്കെ ഇതിങ്ങനെയാണ് പെൺകുട്ടികൾക്ക് ഈ സാധനം നഷ്ടപ്പെട്ടു പോയത് എന്നവർ കരുതുന്നു. അപ്പം ഞാനിത് തുറന്ന് ഈ അമ്മയോടുള്ള അഫെക്ഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എൻ്റെയും ഈ പെന്നീസ് നഷ്ടപ്പെടും എന്നൊരു കോംപ്ലക്സ് ഉണ്ടാകുന്നു. അപ്പം ഈ ഒരു കോംപ്ലക്സ് ഈ എന്ത് ചെയ്യണം, കാരണം ഈ അച്ഛനോടുള്ള അല്ല അമ്മയോടുള്ള ഈ തോന്നുന്ന ഫീലിംഗ് ആ കുട്ടി കുറച്ചുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ സപ്രസ് ചെയ്യുന്നു, റിപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒപ്പം അച്ഛനോട് തോന്നുന്ന ഒരു എൻവി ഉണ്ടല്ലോ അതും ഈ കുട്ടി ഇതുപോലെ തന്നെ റിപ്രസ് ചെയ്തുകൊണ്ട് എന്താ ഐഡൻറ്റിഫൈ വിത്ത് ഫാദർ എന്ന നിലയിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് ജസ്റ്റ് ഞാനൊന്ന് പറയാം എന്താണെന്ന്. ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അമ്മയോട് തോന്നുന്ന ഒരു അഫെക്ഷൻ, ഫ്രോയിഡ് പറഞ്ഞ സെക്ഷൽ അഫെക്ഷൻ, ഒപ്പം തന്നെ അച്ഛനോട് തോന്നുന്ന ഒരു ശത്രുതാഭാവം അല്ലെങ്കിൽ ഒരു ശത്രുതാ മനോഭാവം, ഈ ഒരു അവസ്ഥയെ പറയുന്നതാണ് ഇഡിപ്പസ് കോംപ്ലക്സ്. ഇഡിപ്പസ് കോംപ്ലക്സ് പ്രധാനമായിട്ട് ബോയ്സിന് മാത്രം ഉണ്ടാകുന്ന കോംപ്ലക്സ് ആണ്. ഇനി ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് എലക്ട്രാ കോംപ്ലക്സ്. അപ്പോൾ എലക്ട്രാ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഗേൾസിന് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബോയ്സിന് ഉണ്ടാകുന്ന ഇഡിപ്പസ് കോംപ്ലക്സിനെ പറ്റി. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഫീമെയിൽസിനും സമാനമായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകുന്നു. അതായത് ഗേൾസിൻ്റെ മദറിനൊരു ഹോസ്റ്റൽ ഫീലിങ്ങും അതോടൊപ്പം തന്നെ ഫാദറിനോട് ഒരു അഫെക്ഷനും തോന്നുന്നുണ്ട്. അപ്പം അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രാ കോംപ്ലക്സ് എന്ന്. ഈ ഇലക്ട്രാ കോംപ്ലക്സിനെ ഫ്രോയിഡ് അങ്ങനെ ഉപയോഗിക്കുകയല്ല ചെയ്തത്. ഇത് ബാക്കിയുള്ളവർ വിളിച്ച പേരാണ് ഇലക്ട്രാ കോംപ്ലക്സ് എന്ന്. ഫ്രോയിഡ് ഇതിനെ വിളിച്ചത് ഫീമെയിൽ ഇഡിപ്പസ് കോംപ്ലക്സ് എന്നാണ്. അപ്പോൾ ഞാനിവിടെ പറയുമ്പോൾ ചിലപ്പോൾ ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് പറയും, ചിലപ്പോൾ ഫീമെയിൽ ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയും. നിങ്ങൾ ഇതിനകത്ത് കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്ലാരിഫിക്കേഷൻ ഇവിടെ നടത്തിയിരിക്കുന്നത്. അപ്പം എന്താണ് ഈ ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് നോക്കാം. അതായത് ഒരു ഫാലിക് സ്റ്റേജിലേക്ക് കടക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുക എന്ന് പറയുന്നത് തൻ്റെ ഒരു ജെനിറ്റൽ ഓർഗൻ പോലെയാണ് ഈ ലോകത്തുള്ള എല്ലാവർക്കും എന്നാണ് ചിന്തിക്കുക. പക്ഷേ എന്നാൽ അവർ ഇപ്പോൾ ബോയ്സിന് ഈ അവരുടെ ജെനിറ്റൽ ഓർഗൻ പോലെയല്ല, സംതിങ് എക്സ്ട്രാ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടിക്ക് എന്താ തോന്നുന്നു പറഞ്ഞാൽ ഈ പെന്നീസിനോട് ഒരു എൻവി തോന്നും, അല്ലെങ്കിൽ ഒരു ഫീലിംഗ്, അതായത് എനിക്കിതില്ല പക്ഷേ വേറെ ചില ആൾക്കാർക്ക് ഇതുണ്ട് എന്നൊരു ഫീലിംഗ് തോന്നും. അപ്പം ഇങ്ങനെ തോന്നുന്ന ഫീലിങ്ങിനെയാണ് നമ്മൾ പെന്നീസ് എൻവി എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി വെക്കുക. പെന്നീസ് എൻവി എന്ന് പറയുമ്പം തനിക്ക് ഈ പെന്നീസ് ഇല്ല എന്നുള്ള ഒരു കോംപ്ലക്സ് പെൺകുട്ടികൾക്ക് ഈ ഫാലിക് സ്റ്റേജിൽ ഉണ്ടായി വരുന്നു. അപ്പോൾ അതിനെയാണ് പെന്നീസ് എൻവി എന്ന് പറയുന്നത്. ഇപ്പോൾ ആരൻ ഹോണി എന്ന് എനിക്ക് തോന്നുന്നു ഇതിന് ഓപ്പോസിറ്റായിട്ട് ബോയ്സിനുണ്ടാകുന്ന ഒരു എൻവിയെ പറ്റി പറയുന്നുണ്ട്. അത് വോംബ് എൻവി ആണ്. ജസ്റ്റ് അത് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുവാണെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. വോംബ് എൻവി എന്ന് പറഞ്ഞാൽ ബോയ്സിന് ഈ പറയുന്ന ഗർഭപാത്രമില്ല എന്നുള്ളതിൻ്റെ ഒരു എൻവി തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പം പെന്നീസ് എൻവിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെന്നീസ് എൻവി എന്ന് പറയുന്നൊരു ഫീലിംഗ് പെൺകുട്ടികൾക്ക് തോന്നുകയും ചെയ്യുന്നു. ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ ചിലപ്പം ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുന്നതായിട്ട് അവർ ആക്ട് ചെയ്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ തനിക്ക് ഒരു
പറ്റുന്ന ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കണം എന്നുള്ള, എന്നിട്ട് ഈ ഒരു ഇത് പരിഹരിക്കണം എന്നുള്ള തോന്നലായിരിക്കും. അത് ചിലപ്പോൾ ഫാദറിനെ ആയിട്ടായിരിക്കും അവർ ഒരു ഇതായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ അവർ കുട്ടിയെ വേണമെന്ന് പറഞ്ഞല്ലേ, അപ്പോൾ അതിന് പറ്റുന്ന ഒരാളായിട്ട് കാണുന്നത് ഈ ഫാദറിനെ ആയിരിക്കും. അപ്പം ഈ ഈ ഫാലിക് സ്റ്റേജിലേക്ക് കടക്കുന്ന ആ സമയത്ത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ മദറുമായിട്ടായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുക. പിന്നീട് ഈ പെനീസ് എൻവി ഒക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് പെൺകുട്ടി ചിന്തിക്കും എനിക്കിങ്ങനെ വരാനായിട്ട് കാരണം എന്ന് പറയുന്നത് എനിക്ക് ഈ ഭൂമിയിലേക്ക് ജന്മം നൽകിയ അമ്മയാണ് ഇതിന് കാരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മദറിനോട് ഒരു അഗ്രസീവായിട്ട് അല്ലെങ്കിൽ ഒരു ശത്രുത ഫീലിങ്ങും, അതോടൊപ്പം തന്നെ തനിക്കില്ലാതെ പോയ ഈ പെന്നീസ് പുതിയൊരു ആൺകുട്ടിക്ക് ജന്മം നൽകിക്കൊണ്ട് പരിഹരിക്കേണ്ടതുള്ളതുകൊണ്ട് അതിന് പറ്റിയ ഒരാളെന്ന നിലയിൽ ഫാദറിനെ കാണുന്നതുകൊണ്ട് ഫാദറിനോടൊരു ഒരു സെക്ഷലായിട്ടുള്ള ഒരു അട്രാക്ഷൻ തോന്നുന്നു. അപ്പോൾ ഈ ഒരു കണ്ടീഷനെയാണ് ഇത് പറയുന്നത്, നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് ഫീമെയിൽ ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അത് ബാക്കിയുള്ളവരെ ഇലക്ട്ര കോംപ്ലക്സ് എന്ന് വിളിച്ചിരിക്കുന്നു. പിന്നീട് ഇത് ആണുങ്ങളെപ്പോലെ തന്നെ പെട്ടെന്ന് മാറുന്ന ഒരു കാര്യമല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ കോംപ്ലക്സ് കുറേ നാൾ നീണ്ടു നിന്നതിന് ശേഷം മാത്രമേ ഇത് മാറത്തുള്ളൂ എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് മാറണമെങ്കിൽ വീണ്ടും കുട്ടി എന്ത് ചെയ്യണം, അച്ഛനോടുള്ള ഫീലിംഗ് സറണ്ടർ ചെയ്തിട്ട് അമ്മയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ഘട്ടം വരുമ്പോൾ മാത്രമേ ഉള്ളൂ പെൺകുട്ടികളുടെ ഈ ഒരു ഫീലിംഗ്, ഈ ഒരു കോംപ്ലക്സ്, അതായത് ഫീമെയിൽ ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന കോംപ്ലക്സ് ഇല്ലാതാവത്തുള്ളൂ. അപ്പം ഇത്രയുമാണ് ഈ ഒരു ഫാലിക് സ്റ്റേജിനകത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തില്ല, എക്സ്ട്രാ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറഞ്ഞതാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. അടുത്ത സ്റ്റേജാണ് ലേറ്റൻസി സ്റ്റേജ്. ലേറ്റൻസി സ്റ്റേജ് 6 വയസ്സ് മുതൽ പ്യൂബർട്ടി വരെ നീണ്ടു നിൽക്കുന്ന സ്റ്റേജാണ്. അപ്പം ഇനി അടുത്ത് ലേറ്റൻസി സ്റ്റേജിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ലേറ്റൻസി സ്റ്റേജ് നമുക്കറിയാം 6th ഏജ് മുതൽ പ്യൂബർട്ടി വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കിതിൻ്റെ കാര്യങ്ങൾ നോക്കാം. നമ്മുടെ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്യൂബർട്ടി സ്റ്റേജിൽ നമ്മുടെ സെക്ഷുവലായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള ഡ്രൈവ് എങ്ങോട്ട് കുറച്ചും കൂടെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചാനലൈസ് ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്ഷൽ അർജസ് റിപ്രസ്ഡ് ചെയ്യുന്നു. പിന്നെ കുട്ടികൾ സെയിം സെക്സ് അല്ലെങ്കിൽ സെയിം സെക്സ് പിയേഴ്സുമായിട്ട് കൂടുതൽ കളിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും തുടങ്ങുന്നു എന്നാണ് ഈ ലേറ്റൻസി സ്റ്റേജിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഞാനിത് പറയുന്നത്. കാരണം ഇങ്ങനെ വരാനായിട്ടുള്ള കാരണം എന്നുള്ളത്, അതായത് ഇങ്ങനെ വരാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലേറ്റൻസി സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് പേരൻറ്റ് കുട്ടികളുടെ ഈ സെക്ഷലായിട്ടുള്ള പല ബിഹേവിയേഴ്സിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഈ സപ്രഷൻ ആയിട്ടുള്ള പേരൻസിൻ്റെ ബിഹേവിയർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ സക്സസ് ആണെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യും, കുട്ടികളുടെ ആ സെക്ഷലായിട്ടുള്ള ഫീലിങ്സിനെ അല്ലെങ്കിൽ അർജിനെ കുട്ടികൾ തന്നെ അതിനെ റിപ്രസ് ചെയ്യുകയും അതിനെ കുറച്ചും കൂടെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചാനലൈസ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്കൂള് അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഉപയോഗിക്കും. ഇതേ ലിബിഡോ എനർജിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പേരൻസ് ഈ തരത്തിലുള്ള സെക്ഷൽ ആക്ടിവിറ്റീസിനെ സപ്രസ് ചെയ്യുന്നത്, അങ്ങനെ ടെൻഡൻസി എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിന് ഫ്രോയിഡ് തന്നെ എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട്. അപ്പോൾ ഫ്രോയിഡ് തന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു അതായത് ഫ്രോയിഡിൻ്റെ വാക്കുകളിൽ തന്നെ പറയുകയാണെങ്കിൽ പ്രൊഹിബിഷൻ ഓഫ് സെക്ഷൽ ആക്ടിവിറ്റി ഈസ് എ പാർട്ട് ഓഫ് അവർ ഫൈലോജെനറ്റിക് എൻഡോർമെൻറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ ഫൈലോജെനറ്റിക് എൻഡോർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈലോജെനിക് എൻഡോർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല തലമുറകളായിട്ട് കൈമാറി കിട്ടുന്ന കാര്യം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പം ഈ സെക്ഷൽ റിപ്രഷൻ എന്ന് പറയുന്ന കാര്യം പല തലമുറകളായിട്ട് നമുക്ക് കൈമാറി കിട്ടുന്ന കാര്യമാണ്. അത് നമ്മുടെ ഒരു സോഷ്യൽ ഇതിൻ്റെ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനൊരു കാര്യം ഉള്ളത് കൊണ്ടാണ് പേരൻസ് കുട്ടികളുടെ സെക്ഷൽ ആക്ടിവിറ്റീസിനെ സപ്രസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഫ്രോയിഡിൻ്റെ തിയറികളിൽ പലപ്പോഴും പറയാതെ പോകുന്ന ഒരു കാര്യമാണ് ഫൈലോജെനിക് എൻവോൾവ്മെൻറ്റിനെ പറ്റി. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയുമ്പോഴും നമുക്ക് പറയാം, ഇപ്പം യുങ്ങിൻ്റെ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതായത് നമുക്ക് ആസ് എ ഹ്യൂമൻ സ്പീഷ്യസ് എന്ന നിലയിൽ നമുക്ക് തലമുറകളായി ചില കാര്യങ്ങൾ കൈമാറി കിട്ടുന്നത് നമ്മുടെ കളക്റ്റീവ് അൺകോൺഷ്യസിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നു എന്നാണ് യുങ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അദ്ദേഹം കുറെ കൂടി കളക്റ്റീവ് അൺകോൺഷ്യസിന് വളരെയധികം പ്രാധാന്യം നൽകിയിരിക്കുന്നുണ്ട്. എന്നാൽ സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റ് ഫ്രോയിഡിൻ്റെ തിയറിക്കകത്തുണ്ട്. അതിനെയാണ് ഫൈലോജെനറ്റിക് എൻഡോർമെൻറ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ സ്പീഷ്യസിൻ്റെ ഭാഗമായിട്ട് പല തലമുറകളായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൈമാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ ഫ്രോയിഡും ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമുക്കിനി അടുത്ത സ്റ്റേജിലേക്ക് പോകാം. അടുത്ത ലാസ്റ്റ് സ്റ്റേജാണ്. ആ സ്റ്റേജിൻ്റെ പേരാണ്
ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് പ്യൂബർട്ടി മുതൽ അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഇത് വരുന്നുണ്ട്. അപ്പം ഇത് എന്താണെന്ന് നോക്കാം. അപ്പം ഈ ഒരു സ്റ്റേജിനകത്ത് സെക്ഷൽ എനർജി ഒന്നും കൂടെ അവൈക്കൻഡ് ആകുന്നുണ്ട്. പിന്നെന്താണ് പറയുന്നത്, അതായത് നേരത്തെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ലിപിഡോ അല്ലെങ്കിൽ ആ എനർജീനെ കുറെ കൂടി ചാനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവരുടെ തന്നെ സെയിം സെക്സ് PAസിൻ്റെ ഇടയിലാണ്, അല്ലെങ്കിൽ മറ്റ് പല ആക്ടിവിറ്റീസിലാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ ഓപ്പോസിറ്റ് ജെൻഡർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളിലേക്ക് ഈ ഒരു സെക്ഷൽ എനർജി കാണിക്കാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളിലേക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കാണിക്കാനായിട്ട് തുടങ്ങും. മാത്രമല്ല ഈ ഒരു പീരീഡിൽ അവർക്ക് പ്ലഷർ കൂടുതലായിട്ട് കിട്ടുന്നത് ജെനിറ്റൽ വഴിയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫ്രോയിഡിൻ്റെ തിയറിക്കകത്ത് ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജസിനകത്തും പറഞ്ഞിരിക്കുന്ന കാര്യം.